എല്ലാവർക്കും RJS മൈൻഡ് പവർ ട്രെയിനിങ്ങിലേക്ക് സ്വാഗതം. ഒന്നും ചെയ്യാൻ ഒരു താല്പര്യവും തോന്നുന്നില്ല, അതിൽ നിന്ന് രക്ഷ നേടാൻ എന്താണൊരു മാർഗം? അങ്ങനെ ചോദിച്ച് ചില കോളുകൾ വരുന്നുണ്ട്. ഒന്നും ചെയ്യാൻ താല്പര്യം തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? മടി എന്നല്ലേ അതിൻ്റെ അർത്ഥം? എന്തുകൊണ്ടാണ് മടി വരുന്നത്? ഒന്നെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്, അപ്പോൾ മടി വരാം. പിന്നെ അത്ര വലിയ അത്യാവശ്യമൊന്നുമില്ല, ഇത് ചെയ്ത് ഇപ്പം തന്നെ തീർക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല, എപ്പോഴെങ്കിലും ചെയ്താൽ മതി. അങ്ങനെ ഒരു ലക്ഷ്യബോധവുമില്ല. അങ്ങനെ ആകുമ്പോഴും മടി വരും. അല്ല എങ്കിൽ ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ടും മടി വരാം. ഹോർമോൺ ഇംബാലൻസ് ആയിരിക്കാം, തൈറോയ്ഡ് പ്രശ്നമോ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയോ, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ, പിന്നെ ഷുഗർ ആയിരിക്കാം. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ. നമ്മൾക്ക് അനീമിക് ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഡോക്ടറെ അടുത്ത് പോയി ചെക്കപ്പ് ചെയ്ത്, ബോഡി ചെക്കപ്പ് ചെയ്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക. ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് കഴിക്കുക. അപ്പോൾ നമ്മൾക്ക് മടിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അങ്ങനെയല്ല, മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് എന്നും ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിക്ക് അത് ചെയ്യാൻ നല്ല മടിയുണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ കൂടെയുള്ള ആളുകളോട് പറയാം, ഇതെനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാണ്, എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുക. അല്ലെങ്കിൽ സ്വയം തന്നെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറിപ്പോവുക. അല്ല, ഒരു നിവൃത്തിയുമില്ല, ജീവിതമാണ്, ചില കാര്യങ്ങൾ ഇഷ്ടമില്ലാത്തത് നമ്മൾക്ക് കഷ്ടപ്പെട്ട് ചെയ്യേണ്ടതായി വരും. അപ്പോൾ എന്ത് ചെയ്യുക? ഇഷ്ടമില്ലാത്തതിനെ കഷ്ടപ്പെട്ട് ചെയ്ത് അതിന് ഇഷ്ടമുള്ളതാക്കി മാറ്റുക. അതെങ്ങനെയാണ് ആക്കി മാറ്റുക? ഇതെനിക്ക് ചെയ്തേ നിവൃത്തിയുള്ളൂ, ഇത് ചെയ്താലേ എനിക്ക് ജീവിതത്തിൽ സുഖമായി ജീവിക്കാൻ പറ്റുള്ളൂ, ഇത് ഞാൻ ചെയ്യുന്നത് എൻ്റെ ജീവിത സുഖത്തിനാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി കുറ്റപ്പെടുത്താതെ അത് ചെയ്യുക എന്നുള്ളത് തന്നെ അതിനൊരു മാർഗമുള്ളൂ. പിന്നെ ചില വ്യക്തികൾക്ക് ഒന്നും തന്നെ ജീവിതത്തിൽ ചെയ്യാനുണ്ടായിരിക്കില്ല. അപ്പോൾ അവരെന്ത് ചെയ്യണം? അവരെന്തെങ്കിലും കണ്ടെത്തണം. അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കുക. ഒരു ബുക്ക് എടുത്ത് എഴുതുക, ഇതൊക്കെയാണ് എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ള വിഷയങ്ങൾ. ഇത് നമ്മുടെ താല്പര്യങ്ങൾ ചിലർക്ക് കേൾക്കുമ്പോൾ അത് വളരെ ചെറിയതായി തോന്നാം. അതിനെയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. അവർക്ക് നമ്മളുടെ ഈ ഇഷ്ടം കൊണ്ട് നമ്മളെ കൂടെയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തതാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക? ആ കാര്യം ചെയ്തു തുടങ്ങുക. നമുക്കിഷ്ടമുള്ളൊരു കാര്യം കണ്ടെത്തി അതിനു വേണ്ടി സമയം ചെലവഴിച്ച് തുടങ്ങാം. അപ്പോൾ മടിയൊക്കെ മാറിക്കിട്ടും. അങ്ങനെ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യുക. എന്നിട്ട് ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം സുഖങ്ങളായിരിക്കും അവിടെ മറ്റുള്ളവരിൽ നിന്നുള്ള അപ്രിസിയേഷൻ കിട്ടുന്നതും നമ്മളെ മനസ്സിന് തന്നെ തോന്നുന്നു വളരെ നമ്മൾ തന്നെ നമ്മൾക്ക് ഒരു നല്ലൊരു മാർക്ക് കൊടുക്കുന്ന ഒരു നിമിഷമായിരിക്കും അതല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ നിമിഷങ്ങളെക്കുറിച്ച് ആലോചിക്കുക. ഞാനിത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ഇത് ചെയ്യാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് വരും. പിന്നെ നല്ല കൂട്ടുകാരികളോടൊക്കെ സംസാരിക്കുക. നല്ല കൂട്ടുകാരനോ ഫ്രണ്ട്സിനോട് സംസാരിക്കുക. നമുക്ക് എനർജി തരുന്ന ആളുകളുമായിട്ട് സംസാരിക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ, ചിലപ്പോൾ നമ്മളെക്കാളും ഉയർന്ന ആളുകളുണ്ടാകുമ്പോൾ അവർ നമ്മളെ കൂട്ടത്തിൽ ചേർക്കോ ഇല്ലേ എന്നറിഞ്ഞതിന് ശേഷം മാത്രം അവരെ അപ്രോച്ച് ചെയ്താൽ മതി. അങ്ങനെ ആ ലെവലിലേക്ക് ഉയരാനായിട്ട് നമ്മളെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. പിന്നെന്താണ് ചെയ്യുക? നല്ല എക്സസൈസുകൾ ചെയ്യുക. പിന്നെ പ്രാണായാമം ചെയ്യുക. പിന്നെ ബ്രീത്തിങ് എക്സസൈസുകൾ, അതായത് നമ്മുടെ ബ്രീത്തിലേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. പിന്നെ നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ബുക്കുകൾ വായിക്കുക, നല്ല പ്രോഗ്രാംസുകൾ കാണുക, നല്ല സത്സംഗങ്ങളിൽ ഏർപ്പെടുക. ഇതൊക്കെ എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ തന്നെ നമ്മളെ എനർജി ലെവലിന് നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മൾ പുറമേ മുറ്റത്തൊക്കെ നല്ലപോലെ ഇറങ്ങി നടക്കുക. ഇതൊക്കെ നമ്മളുടെ എനർജി ലെവലിനെ ഉയർത്തും. പിന്നെ ഇതും ചെയ്യാൻ മടിയാണെങ്കിൽ, ഇത്ര കാര്യങ്ങളും ചെയ്യാൻ മടിയാണ് എങ്കിൽ പിന്നെ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? ചില ആളുകൾ ഒരു ദിവസം മാത്രം ഇത് ചെയ്യും, രണ്ടാമത്തെ ദിവസം ചെയ്യാൻ നോക്കുമ്പോൾ മടിയായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള, ചിലപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്ത ഒരു വ്യക്തിയെ പറഞ്ഞ് ഏൽപ്പിക്കുക.
നീ എന്നെ എന്നും ഒന്ന് ഈ സമയത്ത് വിളിച്ച് എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തണം, അല്ലെങ്കിൽ ഒന്ന് ചോദിക്കണം, നീ ഇത് ചെയ്തോ ഇല്ലേ, അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ നീ ചെയ്യ് എന്ന് എന്നെ ഒന്ന് നിർബന്ധിക്കണം. അങ്ങനെ ഒന്ന് ഒന്ന് പുഷ് ചെയ്താൽ മാത്രം ചെയ്യുന്ന ചില ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവരെ നമ്മളൊന്ന് പുഷ് ചെയ്ത് അവരെ കുറച്ച് നാൾ, ഒരു 2 മാസമൊക്കെ ചെയ്യുമ്പോൾ അത് അവരുടെ ഹാബിറ്റായിട്ട് മാറും. പിന്നെ അവർക്ക് അതിലൊരു മാറ്റം കാണുമ്പോൾ അവർക്ക് തന്നെ അതിങ്ങനെ ചെയ്യാനായിട്ട് തോന്നിക്കോളും. അങ്ങനെ ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കുക. നമ്മളെ അമ്മയോ അല്ലെങ്കിൽ സഹോദരിയെയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിനെയോ ഒക്കെ ഒന്ന് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് നമ്മളെ പുഷ് ചെയ്യാനുണ്ടായിരിക്കും. അങ്ങനെ സ്വയം തന്നെ തീരുമാനിക്കണം, ഞാൻ ഉയരണം, ഞാൻ ഉയരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും. നല്ല കുറച്ച് മോട്ടിവേഷൻ വീഡിയോസൊക്കെ കാണാം. മോട്ടിവേഷൻ വീഡിയോസ് കാണുമ്പോൾ ആ സമയത്തെങ്കിലും ഒരു എനർജി ലെവലൊന്ന് ഉയർന്നിരിക്കുക. അപ്പോൾ എനർജി ലെവൽ താഴ്ന്നു കാണുമ്പോൾ വീണ്ടും ഒരെണ്ണെടുത്ത് കണ്ട് വീണ്ടും എനർജി ലെവൽ ഉയർത്തുക. അങ്ങനെ വളരെ ജീവിതത്തിൽ താഴ്ന്നിരിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. അവർ അങ്ങനെ സ്വയം ഉയർത്തി ആ ഉയരണമെന്നുള്ള ആഗ്രഹം തന്നെ അവരെ അങ്ങനെ ഉയർത്തിക്കോളും. അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടത് അവനവൻ തന്നെയാണ്. ശാരീരികമായ പ്രശ്നങ്ങളല്ല, മാനസികമായിട്ട് നമ്മൾ ഉയർത്തണമെങ്കിൽ മറ്റുള്ളവർക്ക് പറയാൻ മാത്രമേ സാധിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ബ്രീത്തിങ് എക്സസൈസും, അതായത് പ്രാണായാമ പോലുള്ള കാര്യങ്ങളും മെഡിറ്റേഷനും നമ്മുടെ മാനസിക തലം വളരെയധികം മാറ്റും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ അഡൾട്ട് ഈഗോ സ്റ്റേറ്റിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് മെഡിറ്റേഷനും പ്രാണായാമം എന്ന് പറയുന്നത്. അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. അവിടെ ഒരു മനുഷ്യനായാൽ മാത്രം മതി. അത് ആലോചിച്ചുകൊണ്ട് ഈ 2 കാര്യങ്ങൾക്കും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക. പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, പ്രാണായാമം ചെയ്യുക, എക്സസൈസ് ചെയ്യുക, നല്ല ബുക്കുകൾ വായിക്കുക, നല്ല ആഹാരം കഴിക്കുക, ജങ്ക് ഫുഡ് ഒഴിവാക്കുക, കൂടുതലും മധുരം കഴിക്കാതിരിക്കുക. ആവശ്യത്തിനൊക്കെ മധുരം കഴിക്കുക, പക്ഷെ കുറേ മധുരങ്ങൾ കഴിക്കാതിരിക്കുക, പഴകിയ ഭക്ഷണം കഴിക്കാതിരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, സൂര്യപ്രകാശം എന്തായാലും കൊള്ളണം, സൂര്യപ്രകാശം ഏൽക്കുക, അതായത് പുറമേക്ക് ഇറങ്ങി നടക്കുക, നല്ല ആളുകളുമായിട്ട് സംസാരിക്കുക, സത്സംഗങ്ങളിൽ ഏർപ്പെടുക. ഇതെല്ലാം തന്നെ നമ്മളെ മാനസിക നിലവാരം ഉയർത്തും, നമ്മുടെ മാനസിക തലത്തിന് ഉയർത്തും, നമ്മളുടെ എനർജി ലെവലിനെ ഉയർത്തുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക, എല്ലാവരും മനുഷ്യർ മാത്രമല്ല, എല്ലാ വസ്തുക്കളും എന്ന് പറയുന്നതും എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോണിക്സൊക്കെ എപ്പോഴും അതിലിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ കാണുന്ന പോലെ ആയിരിക്കില്ല, നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്നതായിരിക്കും കാണുന്നുണ്ടായിരിക്കും. അതായത് എല്ലാം എപ്പോഴും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ വൈബ്രേഷനിലെല്ലാം വ്യത്യാസപ്പെടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരു വസ്തു എടുത്തു എന്ന് വിചാരിക്കുക, ആ വസ്തുവിനോട് നമ്മളിങ്ങനെ മടി പിടിച്ചിരുന്നു കൊണ്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്നത്, വെള്ളം കുടിക്കുന്നത് എന്നൊക്കെ വിചാരിക്കുക. ഇപ്പോൾ ഭക്ഷണം പാകം നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര മടി, ഇതെങ്ങനെയും ഒന്ന് കഴിഞ്ഞാൽ മതി എന്നുള്ളൊരു മാനസികാവസ്ഥയോട് കൂടിയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ആ ഭക്ഷണത്തിലും ഒരു ബോധം ഉണ്ടെന്നാണ് പറയുക. ഒരു ഇലക്ട്രോണിക്സിന് അതിൻ്റേതായ ബോധം ഉണ്ടെന്നാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ ഈ വൈബ്രേഷൻ വ്യത്യാസപ്പെടും. അപ്പോൾ ഇത് കഴിക്കുന്ന ആളുകളിലും ഉണ്ടാകുന്ന മനോനില ഒരു താഴ്ന്ന രീതിയിലേക്ക് വരും. അപ്പോൾ ഓരോ വസ്തുക്കളെ നമ്മൾ നോക്കുമ്പോഴും കൈകാര്യം ചെയ്യുമ്പോഴും ഒക്കെ ഇത് തന്നെയാണ് നടക്കുന്നത്. നമ്മളിപ്പോൾ ഒരു മൊബൈൽ എടുത്ത് കൈ പിടിക്കുമ്പോഴാണെങ്കിലും, ഒരു പേപ്പർ എടുത്ത് കയ്യിൽ പിടിക്കുമ്പോഴാണെങ്കിലും, പേപ്പർ ചുരുട്ടിക്കൂട്ടിയൊക്കെ ഇടുമ്പോഴും അതിൻ്റെ ഒരു എനർജി ലെവൽ അവിടെ മാറുകയാണ് ചെയ്യുന്നത്, നമ്മുടെ മാനസികാവസ്ഥയ്ക്ക്. അതായത് അതിനുമുണ്ടൊരു ബോധം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഓരോ വസ്തുവിനോടും നമ്മൾ പെരുമാറുന്ന രീതി അത്രയും നല്ല ഉയർന്ന എനർജി ലെവലിൽ വെച്ചും വളരെ സ്നേഹത്തോടു കൂടിയും റെസ്പെക്റ്റോടു കൂടിയും ഒക്കെ നമ്മൾ പെരുമാറും. നമ്മളോടും നമ്മുടെ ചുറ്റുള്ളതിനോടും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവിനോടും എല്ലാത്തിനോടും. അപ്പോൾ തന്നെ നമ്മളെ എനർജി ലെവലിൽ, നമ്മുടെ ചുറ്റുമുള്ള എനർജി ലെവലിലും നമ്മുടെ എനർജി ലെവലിലും മാറ്റം വരുന്നതായിട്ട് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.